കൽപ്പറ്റ നഗരസഭാ ചെയർമാനായ MP വിനോദ് കുമാർ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിരിക്കുകയാണ്. ഇത്തവണ വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടോ? അതുപോലെ തന്നെ നഗരസഭാ ഭരണം UDF തന്നെ നിലനിർത്തുന്നു. ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു ഭരണസമിതിയായിരുന്നു കഴിഞ്ഞ 15 വർഷമായി കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ UDFൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്നത്. തീർച്ചയായും ഞങ്ങൾ ഈ ഇലക്ഷനെ വളരെ പോസിറ്റീവായിട്ടാണ് സമീപിക്കുന്നത്. ഇപ്പോൾ തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഇലക്ഷനെ നേരിടുന്നത്. വീണ്ടും 4ാമത്തെ പ്രാവശ്യവും ഞങ്ങൾ UDFൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കൂടാതെ ഞങ്ങൾ ഒട്ടേറെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നടത്താൻ വേണ്ടി സാധിച്ചു. തുടർച്ചയായി 30 വർഷം LDF ഭരണസമിതി ഭരിച്ചപ്പോൾ ഇവിടെ റോഡുകൾ തകർന്നു കിടക്കുകയായിരുന്നു. കുടിവെള്ളമില്ല, ലൈറ്റില്ല, സ്ട്രീറ്റ് ലൈറ്റൊക്കെ ആകെ കത്താത്തൊരവസ്ഥ, അങ്ങനെയുള്ള ആകെ തന്നെ ജനങ്ങൾക്ക് പ്രയാസങ്ങളേറിയ ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ജനങ്ങൾ UDF ഭരണസമിതി ഏൽപ്പിച്ചപ്പോൾ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഞങ്ങൾ മെച്ചപ്പെടുത്തി. റോഡുകൾ ഞങ്ങൾ നിർമ്മാണത്തിലാക്കാൻ വേണ്ടി സാധിച്ചു. അതേപോലെ തന്നെ കുടിവെള്ള പദ്ധതി, കാരാപ്പുഴ പദ്ധതി, അതേപോലെ തന്നെ നമ്മളെ ഇപ്പോഴത്തെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയോടുകൂടി തന്നെ കുടിവെള്ളക്ഷാമം ഏറെക്കുറെ മുനിസിപ്പാലിറ്റി പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. സ്ട്രീറ്റ് ലൈറ്റുകൾ ധാരാളം എല്ലാ ഭാഗങ്ങളിലും ഉൾപ്രദേശങ്ങളിൽ പോലും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുവാൻ വേണ്ടി കഴിഞ്ഞു. ആരോഗ്യ മേഖലയിൽ വളരെയധികം വലിയൊരു മുന്നേറ്റം നടത്താൻ വേണ്ടി സാധിച്ചു. മാതൃകാപരമായ ഒരു മുനിസിപ്പാലിറ്റി എന്ന നിലയിൽ ആരോഗ്യ മേഖലയിലൊക്കെ തന്നെ ഒട്ടേറെ നേട്ടങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. പല പുതിയ മാറ്റങ്ങളും നമ്മൾക്കിവിടെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ നേടാൻ വേണ്ടി സാധിച്ചു. അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം പറഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെൻ്റ് ആയിരുന്നു, മാലിന്യ പ്രശ്നങ്ങൾ. ആ മാലിന്യ പ്രശ്നം വലിയൊരു വെല്ലുവിളിയായി സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ അതിനെ വളരെ നല്ല രീതിയിൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പോലും നമ്മൾക്ക് സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതേപോലെ തന്നെ ഇഷ്ടം പോലെ നമുക്ക് ഇതേപോലെ തന്നെ ധാരാളം വേസ്റ്റുകൾ എങ്ങനെ അത് വളമാക്കി മാറ്റാം എന്നുള്ള രീതിയിൽ തന്നെ അത് വേറൊരു രീതിയിൽ തന്നെ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് പോലും അത് നമുക്ക് ഉൽപ്പാദിപ്പിച്ച് അത് നടത്താൻ വേണ്ടി അത് വിൽപ്പന നടത്താൻ പോലും സാധിച്ചു. അത് നല്ല രീതിയിൽ തന്നെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു. അതേപോലെ തന്നെ ധാരാളം എക്സലൻസ് അവാർഡുകൾ സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്നും അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ നമുക്ക് മുനിസിപ്പാലിറ്റിക്ക് അംഗീകാരങ്ങൾ കിട്ടിക്കഴിഞ്ഞു. അതൊക്കെ തന്നെ ഞങ്ങളെ വളരെയധികം നല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുമെന്നുള്ള യാതൊരു തർക്കവുമില്ല. താങ്കൾ നിലവിൽ മടിയൂർ വാർഡിലെ കൗൺസിലർ ആണല്ലോ. അപ്പം വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ 5 വർഷം എന്തെല്ലാം കാര്യങ്ങളാണ് താങ്കൾക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചത്? ഈ വാർഡിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട റോഡ് എന്ന് പറയുന്നത് മടിയൂർ മിൽമ റോഡാണ്. ആ റോഡ് വലിയ വണ്ടികൾ ടൺ കണക്കിന് ഭാരമുള്ള ടെറോസ് വണ്ടികൾ ഇതിലൂടെ പോകുമ്പോൾ സ്വാഭാവികമായും ഇതൊരു ചതുപ്പ് പ്രദേശം എന്നുള്ള നിലയിൽ ഈ റോഡിന് ആ വാഹനം താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊരു ചതുപ്പ് പ്രദേശമാണ്. അതിലൂടെയാണ് ഇങ്ങനെയുള്ള വാഹനങ്ങൾ മിൽമയിലേക്കൊക്കെ പോകുന്നത്. സ്വാഭാവികമായി മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഈ റോഡിന് ഒരു വലിയ തുക വെക്കുവാൻ വേണ്ടി സാധിക്കില്ല. കോടികളുടെ രൂപയാണ് ഇവിടെ. കോടികൾ വകയിരുത്തിയാൽ മാത്രമേ ഈ റോഡ് നമുക്ക് സഞ്ചാരയോഗ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാലും മുനിസിപ്പാലിറ്റി അതിൻ്റെ പരമാവധി സഹായം എന്നുള്ള നിലയ്ക്ക് ഈ റോഡിലേക്ക് 73 ലക്ഷം വകയിരുത്തുകയും അതിൽ 44 ലക്ഷം രൂപയുടെ പണികൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 29 ലക്ഷം രൂപയുടെ പണി ബാക്കിയുണ്ട്. അത് 3 പ്രാവശ്യം ടെൻഡർ വെച്ചപ്പോൾ കോൺട്രാക്ട് എടുത്തില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വീണ്ടും 4ാമത്തെ ടെൻഡറിലേക്ക് വെച്ചിരിക്കുകയാണ്. സോ അത് തീർച്ചയായും അത് നമ്മുടെ ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ബാക്കി പണി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഈ വാർഡിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റുകൾ ഏറെക്കുറെ സ്ഥാപിച്ചു കഴിഞ്ഞു. രാത്രികാലങ്ങളിലൊക്കെ മിൽമയിലേക്ക് മറ്റ് ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ പ്രയാസമാണ്. അത് തീർച്ചയായും നമ്മൾ സ്ട്രീറ്റ് ലൈറ്റുകൾ ഏറെക്കുറെ ഇവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. കൂടാതെ ഇപ്പോൾ കുടിവെള്ള പദ്ധതി നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ സമ്പൂർണ്ണമായ കുടിവെള്ള പദ്ധതിയുടെ ഏറെക്കുറെ അതൊരു പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതോടുകൂടി കുടിവെള്ള പ്രശ്നവും ഇവിടെ പരിഹരിക്കപ്പെടും എന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ല. മാലിന്യ പ്രശ്നം വളരെ നല്ല രീതിയിൽ അത് ഹരിതകർമ്മസേനയും മറ്റും ചേർന്നുകൊണ്ട് നല്ല രീതിയിൽ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ഒരു ജനങ്ങളെ സംബന്ധിച്ച് ആ ഒരു പ്രയാസവും ഏറെക്കുറെ തീരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വാർഡിനെ സംബന്ധിച്ച് സമ്പൂർണ്ണ തരത്തിലുള്ള സമഗ്ര വികസനമാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ വളരെയധികം മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളും കൂടി അതിൻ്റെ സമ്പൂർണ്ണതയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഈ വാർഡിലെ ജനങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒട്ടേറെ പോക്കറ്റ് റോഡുകൾ വർഷങ്ങളായി ചെയ്യാൻ പറ്റും. ഒട്ടേറെ പോക്കറ്റ് റോഡുകൾ അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ മിൽമയുടെ അടുത്തുള്ളൊരു നീന്തൽക്കുളം, കുട്ടികൾക്ക് നീന്തൽ പരിശീലിക്കുവാൻ വേണ്ടി അവിടെ തടയണയും മറ്റ് സൗകര്യങ്ങളും ഉൾപ്പെടുത്തി അവിടെ പുതിയ കുട്ടികൾക്ക് ധാരാളം ഈ നീന്തൽ പരിശീലനത്തിനുള്ള സൗകര്യം നമ്മൾ ഈ മുനിസിപ്പാലിറ്റി ചെയ്തു കൊടുത്തു. എല്ലാ തരത്തിലും വാർഡിലെ ജനങ്ങളുടെ വിശ്വാസത്തിനൊപ്പം നിന്നുകൊണ്ട്, അവർക്കൊപ്പം നിന്നുകൊണ്ട്, ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടും നമ്മൾ ജനപക്ഷത്ത് നിന്നുകൊണ്ടും ഈ വാർഡിൽ
വാർഡിന് വേണ്ടി വാർഡിനെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞു, അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തി എന്നുള്ളതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. പ്രദേശവാസിയായ റൈമൺ ടിഒ നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് സ്ഥാനാർത്ഥിയായ MP വിനോദ് കുമാറിനെ പറ്റി താങ്കൾക്ക് പറയാനുള്ളത്? ആദ്യം എനിക്ക് പറയാനുള്ളത്, ഈ മടിയൂർ പോർഷൻ ഓണിവയലിൻ്റെ കൂടെ ഈ പ്രാവശ്യത്തെ വാർഡ് വിഭജനത്തിൻ്റെ കൂടെയാണ് അത് അങ്ങോട്ട് ചേർന്നത്. ഇതിന് മുൻപത്തെ പ്രാവശ്യം ഓണിവയൽ വാർഡിൻ്റെ കൗൺസിലറായിരുന്നു വിനോദ് കുമാർ. ഇപ്പോൾ മടിയൂർ കുഞ്ഞിയുടെ നിലവിലുള്ള കൗൺസിലറും ചെയർമാനും കൂടിയാണ്. അപ്പോൾ 2 വാർഡിലും ഒരേ സമയത്ത് പ്രവർത്തികൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായ കൗൺസിലറാണ് വിനോദ് കുമാർ. ആ ഓണിവയലിൽ കൗൺസിലറായിരുന്ന സമയത്ത് ഏത് സമയത്തും വിളിച്ചാൽ കിട്ടുന്ന, അതായത് നമ്മളുടെ കയ്യെത്തും ദൂരത്തുള്ള ഒരു കൗൺസിലറായി പ്രവർത്തിക്കാൻ സാധിച്ചൊരു വ്യക്തിയാണ് വിനോദ് കുമാർ. റോഡുകൾ, അതുപോലെ തന്നെ പ്രൈവറ്റ് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ആവശ്യങ്ങളായിട്ടുള്ള വീടുകൾ, അതുപോലെയുള്ള കാര്യങ്ങൾ പ്രയോറിറ്റി അനുസരിച്ച് ചെയ്യുന്നതിന് പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഏത് വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടേണ്ടി വന്നു കഴിഞ്ഞാലും ആർക്കും ഒരുതരം വ്രണപ്പെടുത്തലും ഉണ്ടാവാതെ അതിൽ ഏർപ്പെട്ട് അതിന് തീരുമാനമുണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കൗൺസിലറായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അദ്ദേഹം തന്നെ വിജയിച്ച് വരണമെന്നാണ് ഓണിവയൽ വാർഡിലെയും അതുപോലെ തന്നെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെയും മുഴുവൻ ജനങ്ങളുടെയും ആഗ്രഹം. മടിയൂരിലെ മുൻ കൗൺസിലറായ PR ബിന്ദു നമ്മോടൊപ്പം ചേരുന്നു. കൗൺസിലർ എന്ന നിലയ്ക്ക് MP വിനോദ് കുമാർ എന്തെല്ലാം കാര്യങ്ങളാണ് വാർഡിന് വേണ്ടി ചെയ്തത്? കൗൺസിലർ എന്ന നിലയ്ക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് വിനോദ് കുമാർ. പിന്നെ കൂടാതെ നമുക്ക് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി ഇവിടെ എത്തിച്ചിട്ടുണ്ട്, സ്ട്രീറ്റ് ലൈറ്റ്, അങ്ങനെ ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വിനോദ് കുമാർ. അപ്പോൾ ഈ പ്രാവശ്യം വിനോദ് കുമാർ ഈ വാർഡിൽ നിന്നും നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു വരും. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റായ അനീഫ നമ്മോടൊപ്പം ചേരുന്നു. സ്ഥാനാർത്ഥിയായ MP വിനോദ് കുമാറിനെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? 24-ാം വാർഡിൽ നിന്ന് ആദ്യം വിജയിച്ച് വന്നതാണ്. അന്ന് ആ വാർഡ് ഫുള്ളായിട്ട് വിനോദ് കുമാർ എല്ലാ കാര്യത്തിലും റോഡും വെള്ളവും നടപ്പാത വീട് എല്ലാം അന്നത്തെ ഓണിവയൽ ചെയ്ത വ്യക്തിയാണ്. ഇപ്പോൾ വീണ്ടും ഓണിവയലും 25-ാം വാർഡിൽ നിന്നാണ് വിനോദ് സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടാൻ പോണത്. ഇവിടെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച് വരണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. വിനോദിനോട് എന്ത് കാര്യം എപ്പോൾ പറഞ്ഞാലും വിനോദ് അത് അപ്പടി സ്വീകരിച്ച് വേണ്ട നടപടി സ്വീകരിക്കുന്നതാണ്. വീണ്ടും ഇനിയുള്ള റോഡ് കാര്യങ്ങളും നടപ്പാത ഇതെല്ലാം വീണ്ടും ചെയ്യാൻ വിനോദ് തയ്യാറാണ്. നാട്ടുകാരനായ തോമസ് ഏട്ടൻ നമ്മോടൊപ്പം ചേരുന്നു. സ്ഥാനാർത്ഥിയായ MP വിനോദ് കുമാറിനെ പറ്റി താങ്കൾക്ക് എന്താ പറയാനുള്ളത്? MP വിനോദ് കുമാർ ഈ വാർഡുകാരനാണ്, ഇവിടുത്തേർക്കെല്ലാം സുപരിചിതനാണ്. എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ വിനോദ് കുമാറിനെ സമീപിച്ച് കഴിഞ്ഞാൽ ടെലിഫോൺ വഴിയോ നേരിട്ടോ അല്ലാതെയോ എല്ലാവർക്കും ഏത് തരത്തിലുള്ള സഹായം ചെയ്യുന്നതിന് എപ്പോഴും സന്നദ്ധതയുള്ള തയ്യാറുള്ള ഒരു വ്യക്തിയാണ്. വിനോദ് കുമാറിന് എല്ലാ വിജയാശംസകളും നേരുന്നു.